ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്ന് നമ്മൾ നെല്ലിയാമ്പതി പോയതാണ്. നമ്മൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് നെല്ലിയാമ്പതി വാൾപ്പാറ പോവാണ്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് നെല്ലിയാമ്പതിയിലാണ്, പിന്നെ വാൾപ്പാറയിൽ ഒരു ദിവസം ഒരു നൈറ്റ് സ്റ്റേ ചെയ്ത് പിന്നെ വാൾപ്പാറയിൽ നിന്ന് പിന്നെ ആണ്. അപ്പോൾ ഇവിടെ സൈറ്റ് സീയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നെല്ലിയാമ്പതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെല്ലിയാമ്പതി പറഞ്ഞ സ്ഥലം ഇതൊരു റിസർവ്ഡ് ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ ഒരു 1 നൈറ്റ് സ്റ്റേ ഒക്കെ എടുത്തിരുന്നു. കാരണം നമ്മളിത് 2 ദിവസം ഒരു ട്രിപ്പായിട്ടാണ്. കാരണം നമ്മളിത് നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ തന്നെ 2 hours എടുക്കുന്നുണ്ട്, 2 hours അല്ലെങ്കിൽ മേലെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്തിൽ നമ്മൾ 2 day 1 night ട്രിപ്പ് എന്ന് പറയാം. നൈറ്റിൽ നമ്മളിത് ഹോട്ടലിൽ പോവുകയും ചെയ്തിരുന്നേ. നമ്മൾ പിന്നെ നെല്ലിയാമ്പതിക്ക് കയറി. ഈ ഒരു ഭാഗത്ത് ഒരു മലയാട്ടോ ഈ നെല്ലിയാമ്പതി. നമ്മൾ വാൾപ്പാറയും പോകുന്നുണ്ട്, അത് ഇതിൻ്റെ അടുത്ത ദിവസമാണ് കേട്ടോ. നമ്മൾ കുറേ കാര്യങ്ങൾ ഫിലിം ചെയ്തിട്ടില്ല, അത് കുറച്ച് നമ്മളൊക്കെ വീഡിയോസ് എടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കിഷ്ടപ്പെട്ട കാര്യമാണ് ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുള്ളത്. പിന്നെ ഇത് നല്ലൊരു ഫാമിലി ടൈം ആയിരുന്നു. എല്ലാവരോടും സംസാരിച്ചിട്ടും ചിരിച്ചും കളിച്ചിട്ടൊക്കെ ഉള്ള. അങ്ങനെ നമ്മളിത് നെല്ലിയാമ്പതിക്ക് കയറുകയാണ്. നെല്ലിയാമ്പതിയിൽ നിന്ന് നമ്മൾ ട്രക്കിങ് ചെയ്തിരുന്നു. കാരണം നമ്മൾ അങ്ങോട്ട് നമുക്ക് ഇതുവരെ ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രക്കിങ് ചെയ്തിരുന്നു. അപ്പോൾ ഷൗട്ട് ഔട്ട് ടു അശ്വിൻ ചേട്ടൻ ആണ് നമ്മളെ കൊണ്ടുപോയത് നെല്ലിയാമ്പതിയിൽ. അപ്പോൾ നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. എന്നാലും ഭയങ്കര ഷേക്കിംഗ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ്, എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളിപ്പോൾ ശ്വസിക്കുന്ന വായു തന്നെ ഭയങ്കര പ്യുവറാണ്. കാരണം ഈ ഒരു ഭാഗം ഭയങ്കര ഫോറസ്റ്റ് ഏരിയയില്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കുറേ ഷേക്കിംഗ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പറ്റുന്ന ആ ഒരു ഇതിൽ തന്നെ സ്റ്റില്ലായി പിടിച്ചു കേട്ടോ. കാരണം നമ്മൾ വീഴ് പോവുമോ എന്നൊക്കെയാണ് ചോദ്യം. ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ പറയുക, ഐ എം സ്പീച്ച്ലെസ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു കേട്ടോ. ഇതൊരു 2 hour ട്രിപ്പായിരുന്നു. 2 വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. 2 വ്യൂ പോയിൻറ്റ്സും നല്ലൊരു ഹിൽ സൈറ്റ് വ്യൂ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആനേനെ കണ്ടു കിട്ടാന്ന് വെച്ചാൽ, ആനേനെ കണ്ടെന്ന് വെച്ചാൽ ഭയങ്കര കിലോമീറ്റേഴ്സ് ഇതിൽ വേറൊരു മലയിൽ അവിടെ 2 കറുപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ നോക്കിയപ്പോൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഇത് ആന ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മലയിൽ നോക്കി നോക്കുക, ചിലപ്പോൾ വല്ല മൃഗത്തിനെയും കാണും കേട്ടോ. നമ്മൾ മൃഗത്തിനെ അങ്ങനെയൊന്നും കണ്ടില്ല. കുറേ വാർണിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അങ്ങനെയായിട്ടൊന്നും കണ്ടിട്ടില്ല. അത് കണ്ടൊരു കരിങ്കോരിങ്ങനെയാണ്. അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നത് കുറേ നേരം ഫിലിം ചെയ്തു കേട്ടോ. അതാണ് ഇത്രയും കുറേ ലെങ്തി വീഡിയോ. പിന്നെ ഇത് വാൾപ്പാറ നെക്സ്റ്റ് ഡേ ആയിരുന്നു. വാൾപ്പാറയിൽ നിന്ന് ഇറങ്ങി കയറാണ് കേട്ടോ. നമ്മൾ വാൾപ്പാറ പൊള്ളാച്ചി വഴി കയറിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. പിന്നെ രാത്രി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ വല്ല മൃഗത്തിനെ കാണുമോ എന്ന് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് എല്ലാവരും എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഈ വെക്കേഷൻ സമയത്ത് പോവുകയാണെങ്കിൽ തിരക്കുണ്ടാവും, ഓണം വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ വേറെ ദിവസം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത്. പിന്നെ നമുക്ക് അവിടെ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ വല്ല ടൂറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടേക്ക് പോയതാണ്. ഇതാണ് സെക്കൻഡ് വ്യൂ തോന്നുന്നുണ്ട്, വ്യൂ പോയിൻ്റ്. ഇവിടെ
എനിക്ക് ഓർമ്മയില്ല, കാരണം ഇത് നമ്മൾ പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അത് സെക്കൻഡ് വ്യൂ പോയിൻ്റ് ആണ്. പിന്നെ ഈ ഒരു ഇത് സൂപ്പറായിരുന്നു കേട്ടോ. കാരണം ആകാശം കാണാനും നല്ല ഭംഗിയുണ്ട്, ആ മലകൾ കാണാനും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും നല്ല ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലം കേട്ടോ ഇത്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യും. പിന്നെ ഇതൊരു മലയുടെ മുകളിൽ നമ്മൾക്ക് നന്നായി പേടിയാവും കേട്ടോ. കാരണം ഇത്രയും ഷേക്കിങ്ങും മലകളുടെ മുകളിലൊക്കെ ആയാലും ചിലവർക്ക് മോഷൻ സിക്നെസ് ഉണ്ട്, പക്ഷെ നമുക്കാർക്കും ഇല്ല. അപ്പോൾ നമുക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മൾ ഇറങ്ങുക കേട്ടോ. 2 വ്യൂ പോയിന്റ് കണ്ടു. ഫസ്റ്റ് വ്യൂ പോയിൻ്റ് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് സെക്കൻഡ് വ്യൂ പോയിൻ്റ് വീഡിയോ നമ്മൾ കണ്ടു. പിന്നെ നമ്മളത് ഇറങ്ങായിരുന്നു. ഞാൻ ജാനുവിന് ഫ്രണ്ട് കയറ്റി, കാരണം ഭയങ്കര കുലുക്കായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര കുലുക്കം. നമ്മൾ ഇത് ഫ്രണ്ടിലേക്ക് അവളെ തട്ടുമോ എന്ന് വിചാരിച്ച് ഞാൻ അവളുടെ കൈൻ്റെ അടുത്ത് തന്നെ വെച്ചിരുന്നു. തല അവളെ കുറച്ചും കൂടെ ഒന്ന് സ്റ്റേബിളാക്കി വെച്ചിരുന്നു. കാരണം ആ ഒരു കമ്പിയുമൊക്കെ പോയി തട്ടിയാൽ പിന്നെ പറയണ്ട, അത്രയും ഷേക്കിങ് ആയിരുന്നു. പിന്നെ വലിയ കുഴിയാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷേ നല്ല ഷേക്കിങ് ആയിരുന്നു. കാരണം ട്രക്കിങ് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഇതുവരെ ആരും ട്രക്കിങ് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്നതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം കണ്ടോ, അവിടെ കുറേ കുഴികളും വലിയ കല്ലാളും ചെറിയ കല്ലാളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഈ റോഡൊക്കെ ശരിയാക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വണ്ടിയായിട്ട് കണ്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ട്രക്കിങ്ങിന് പോലെ ആക്കിയതാണ്. പിന്നെ ഇത് നമ്മൾ പോവുകയാണ്. നമ്മൾ ഇറങ്ങി ഇത് വാൾപ്പാറയ്ക്ക് കയറാൻ തോന്നുന്നുണ്ട്. നമ്മൾ ഇറങ്ങണതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് വാൾപ്പാറയ്ക്ക് കയറുകയാണ്. ഇങ്ങനെ കയറി ഇത് നമ്മൾ കുറേ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ മറ്റേ പൂള ചിപ്സൊക്കെ വാങ്ങിയിട്ട്, നിങ്ങൾക്ക് പൂള ചിപ്സിന് നിങ്ങൾ എന്താണ് എന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ ഇടണേ. കാരണം നമ്മൾ പൂള ചിപ്സ് എന്നാണ് പറയുക ടാപ്പിയോക്ക ചിപ്സിന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുകയെന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെന്തേ, നമുക്ക് ബാക്ക് ടു ദ സബ്ജക്റ്റിലേക്ക് പോവാം. നമ്മൾ വാൾപ്പാറയ്ക്ക് കയറി, അവിടെ നിന്ന് പാസ് എടുത്തു. പിന്നെ അവിടെ കുഞ്ഞൊരു വലിയൊരു വെള്ളച്ചാട്ടം കണ്ടു. പിന്നെ നമ്മൾ അവിടെ പോത്തിനൊക്കെ കണ്ടിരുന്നു കേട്ടോ ആ ക്ലിപ്പിൽ. പിന്നെ ഇത് നമ്മളിത് കേരള തമിഴ്നാടു ബോർഡർ പൊള്ളാച്ചിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. നല്ല സൈറ്റ് സീയിങ് ആണ്. കുറേ തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ. ഇങ്ങനെ കാറ്റടിച്ച് നല്ലൊരു വൈബാണ്. എല്ലാവരും നല്ല റിലാക്സ് ആയിട്ടിരിക്കും. അങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇത് സാധാരണ പോലൊന്നുമല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത് എല്ലാവരും ആയിട്ട് നമ്മൾക്ക് പരസ്പരം സംസാരിക്കാൻ നല്ല റിലാക്സ് ആയിട്ടിരിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മളിത് കുറേ ട്രാവലിംഗ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി 2 hours ഇറങ്ങി വീണ്ടും പോയി. പിന്നെ ആ ഒരു പൂവ് കണ്ടോ, ആ പൂവാണ് നമ്മളുടെ ഒരു കുഞ്ഞിത്താരം. കാരണം ആ പൂവ് കുറേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ. ഈ പൂവ് ഒരു ഓറഞ്ച് റെഡ് മിക്സ് കളറ്. പിന്നെ ഈ സമയത്ത് മാത്രമേ വിരിയുന്ന തോന്നുന്നു. കാരണം നമ്മൾ കുറേ ആ പൂവിനെ കണ്ടു. എൻ്റെ അമ്മ ഒക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ആ പൂ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ. പിന്നെ നമ്മൾ ഷോളയാർ ഡാമിൽ ഒന്ന് നിർത്തിയായിരുന്നു കേട്ടോ. ആ ഡാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജാനുവൊക്കെ അത് പുറത്തിങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ സൈഡിൽ ഇതിങ്ങനെ ഈ
മേഘങ്ങളൊക്കെ ഭയങ്കര ഫ്ലഫി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജാനുമൊക്കെ അത് കാറ്റടിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. പിന്നെ ഒരു കരിങ്കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കരിങ്കുരങ്ങൻ മറ്റേ ആൾക്കാരൊക്കെ തിന്നാനിട്ട് കൊടുത്ത്, അത് കാരണം നമ്മളങ്ങനെ കണ്ട് നിന്ന്, നമ്മൾ വണ്ടി സ്ലോ ആക്കിയപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് അത് നിന്നു. എന്നിട്ട് ഇതിൽ ജനലിലൂടെ നോക്കുക, എന്നുവെച്ചാൽ വിൻഡോയിലൂടെ നോക്കുമായിരുന്നു. ജാനുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രിപ്പ്. അവൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല കുറേ തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, പൂവ് അതാണ് വിരിഞ്ഞ് നിൽക്കുന്ന ഓറഞ്ച്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ കാണുമ്പോഴേ നല്ല ഇഷ്ടപ്പെടും. ഇത് വീഡിയോയിലൂടെ ആയാലും ഭയങ്കര രസമാണ്. ആ ഒരു കാറ്റടിച്ചിട്ടുള്ള ആ ഒരു വൈബ്, നല്ല രസമാണ്. കണ്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പൂവവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങില്ല, മിക്കവരും പൊള്ളാച്ചി വഴി ഇറങ്ങി വരിക ചെയ്യുക. പക്ഷെ നമ്മൾ കയറുക ചെയ്ത്, കാരണം കയറുമ്പോഴേ കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കുറേ മലകളുണ്ട്. അവിടെ ആ ഒരു ക്ലൗഡ്സൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. നമുക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു വൈബ് നിങ്ങളൊന്ന് എൻജോയ് ചെയ്ത് നോക്ക്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ നിങ്ങൾ ആ ഒരു ആംബിയൻസ്, ആ കാംനെസ്, ആ ഒരു വൈബ് നിങ്ങൾ ഫീൽ ചെയ്തോ? എന്നുവെച്ചാൽ കുറേ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പോവുകയാണ്, വാൾപ്പാറ പൊള്ളാച്ചി വഴി കയറിപ്പോവാണ് നമ്മൾ ഈ 40 വളവുള്ള ഒരു ഇതില്ലേ, അവിടെ കൂടെയാണ് ഇറങ്ങുന്നത്, കയറുന്നത്. കാരണം നമ്മൾ ഈ 40, 39, 38 അങ്ങനെയാണ് പോകുന്നത്. ആ ഒരു കയറുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയും രസവും നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളിത് അങ്ങനെ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വളവ്, ഇത് ഹെയർ പിൻ ബെൻഡ്. യെസ്, ഹെയർ പിൻ ബെൻഡ് ആണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ കയറിപ്പോവാണ് നമ്മൾ. ഇങ്ങനെ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ നല്ലൊരു വൈബായിരുന്നു അവിടെ. നമുക്കെല്ലാവർക്കും നന്നായൊരു മെമ്മറബിൾ തോട്ട്ഫുൾ ട്രിപ്പായിരുന്നു ഇത്. നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു ഫാമിലി ടൈം, എല്ലാവരോടും സംസാരിക്കാനും കാറ്റ് കൊള്ളാനും ഈ നേച്ചറിൻ്റെ ബ്യൂട്ടി അഡ്മയർ ചെയ്യാനൊക്കെ പറ്റി. അതുകൊണ്ട് നമുക്ക് നല്ല ഹാപ്പി ആയിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു ഈ ഒരു നെല്ലിയാമ്പതി വാൾപ്പാറ ട്രിപ്പ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ നിങ്ങൾ നെല്ലിയാമ്പതി അല്ലെങ്കിൽ വാൾപ്പാറ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യായിരുന്നു. നമുക്ക് ഇനിയും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ അങ്ങനെ ജാനു നമ്മളൊരു കരിങ്കുരങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ആ കരിങ്കുരങ്ങനെ ജാനുവിന് ഭയങ്കര പേടിയായി. കാരണം ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വണ്ടി സ്ലോ ആക്കിയപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് നിന്ന് കാണിക്കുകയായിരുന്നു. അത് ജാനുവിന് നന്നായി പേടിയായി. എന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ അത് പറഞ്ഞാൽ മതി, ഇപ്പോൾ കഴിക്കും. അങ്ങനെ നമ്മളിത് ഹെയർ പിൻ ബെൻഡ് കഴിയാറായി. ഈ ഒരു വ്യൂ ആട്ടോ ഈ ഹെയർ പിൻ ബെൻഡ്. കുറേ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ആകാശത്തെ ഒരു വ്യൂ പോലെ ഉണ്ട്. ഇവിടെ ഈ ഷോളയാർ ഡാമിൻ്റെ
ആ ഒരു വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ, ഈ ഹെയർ പിൻ ബന്ധത്തെ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ഷോളാർ ഡാം ഒന്ന് കാണാൻ പോയി. അങ്ങോട്ട് അകത്ത് കയറൊന്നും ചെയ്തില്ല, ജസ്റ്റ് വെള്ളമൊക്കെ കണ്ടു. നമ്മൾ പോയപ്പോൾ ഈ ഷോളാർ ഡാം ചെറുതായിട്ടൊന്ന് വിടുന്നുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഫുള്ളായി വിടുകയാണെങ്കിൽ അത് ഫുള്ള് വെള്ളവും നന്നായി ഇതാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വിടുമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഷോളാർ ഡാമും അല്ലെങ്കിൽ ഈ നെല്ലിയാമ്പതി ഈ വാൾപ്പാറ വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ജാനുവിന് ഇഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, അച്ഛന് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇതൊരു ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിത് മറക്കില്ല, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണിത്. അങ്ങനെ ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കുറേ അവേഴ്സ് ട്രാവൽ ചെയ്തു, 2-3 hours ഡ്രൈവിങ്ങേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ട്രിപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുമായിരുന്നു എന്താ വീഡിയോസ് ഇടാത്തതെന്ന്. അമ്മ ഒക്കെ ചോദിക്കുമായിരുന്നു എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അങ്ങനത്തെ പോലത്തെ വീഡിയോസ് തന്നെ ഞാൻ ഇടാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ ഒരു ട്രിപ്പ്. ഈ ഹെയർ പിൻ ബെൻഡ് നമ്മൾ 40 വളവും നല്ല ഭംഗിയുള്ള വ്യൂവോണ്ടായിരുന്നു. പിന്നെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആയിരുന്നു, എന്ന് വെച്ചാൽ മുകളിലേക്ക് കയറുമ്പോൾ ആ വ്യൂ കുറച്ചും കൂടെ കാണാമായിരുന്നു. പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ താഴെയായിട്ട് കാണുക, ആ ഒരു വ്യൂ കുറച്ചിങ്ങനെ കുറഞ്ഞു പോകും. അങ്ങനെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം.